Sir, this is the Rajya Sabha, the Council of State. Sir, I am representing the state of Kerala. അയ്യോ ആരാത് കേരളത്തിന് വേണ്ടി ജാക്കറ്റ് ഇട്ടുകൊണ്ട് രാജ്യസഭയുടെ വിന്റർ സെഷനിൽ ജഗ പുകയ്ക്കുന്ന അജരാജ ഗില്ലാഡിയോ? പറ റഹീമണ്ണ പറ. I am representing the state of Kerala. അത് ഇത്തിരി പതുക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. We have achieved 100% of literacy, ഫ്രഷ്. a low infant mortality rate. അതും ഫ്രഷ് സാധനം തന്നെ. പിന്നെ We are the first state in India to eradicate the extreme poverty. അവിടെ ഇരിക്കുന്നവരൊക്കെ അസൂയ മൂത്ത് ചെവി പൊത്തുമായിരിക്കും ഇപ്പം. എക്സ്ട്രീം പോവർട്ടിയെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ള മെക്കാനിസം കൂടി അവർക്ക് വിശദീകരിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഒരു സ്റ്റേറ്റിന് ഒരു 100 കോടി രൂപ വെച്ച് നമുക്ക് അവരുടെ നിന്ന് വാങ്ങിക്കാം ഈ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നതിന്. പിന്നെ ഇനി എക്സ്ട്രീം പോവർട്ടി അഥവാ അതിദാരിദ്ര്യം എന്നുള്ള വാക്കുപോലും കേരളത്തിൽ ഉപയോഗിക്കുന്നവർക്ക് കർശനമായിട്ടുള്ള പിഴ ഒടുക്കുന്ന കാര്യം കൂടി സർക്കാർ തീരുമാനിച്ചു വരികയാണ്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുകയാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പറ. പിന്നെ എക്സ്ട്രീം പോവർട്ടിയും തമ്മിലുള്ള വ്യത്യാസം, അതിദരിദ്രരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് കണക്കാക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതും കൂടി പറയാം. ഈ അതിദരിദ്രരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നറിയാത്ത അവിവേകികൾക്കായി അത് പറഞ്ഞുതരാം. ദരിദ്രർ എന്നതുപോലെയല്ല, അതിദരിദ്രർ എന്നെഴുതുമ്പോൾ അതി എന്ന് അഡീഷണൽ ആയിട്ട് എഴുതി ചേർക്കണം. അതുമാത്രമാണ് വ്യത്യാസം. അതൊരു വലിയ വ്യത്യാസമില്ല. അതി എന്ന് എഴുതി ചേർക്കണ്ട. മലയാളത്തിലെ 2 അക്ഷരങ്ങളെയും ഒരു ചിഹ്നത്തെയും അവിടെ നമ്മൾ സംരക്ഷിച്ചു. അങ്ങനെ ഒരു കഠിനാധ്വാനം മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് നാവുകൊണ്ടുണ്ടാകുന്ന അധ്വാനത്തിന് ഒരു കുറവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് വന്നപ്പോഴുള്ള ഒരു പ്രധാന നേട്ടം. പിന്നെ ഈ അതിദാരിദ്ര്യം എന്ന് പറയാൻ ദാരിദ്ര്യം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അത് സംസാരിക്കാനൊന്നും കൃത്യമായിട്ട് വശമില്ലാത്തവർക്കും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർക്കൊക്കെ അതിദാരിദ്ര്യം എന്നുള്ള വാക്ക് അങ്ങനെ ഉപയോഗിക്കാൻ ഇത്തിരി പാടാണ് എന്ന് പല ഭാഗത്തു നിന്നുള്ള പരാതികളൊക്കെ വന്നതിനെ തുടർന്ന് അങ്ങനെ ഒരു കൺസിഡറേഷനും കൂടി ഉണ്ടായിരുന്നു. Kerala is also the first digital state in India and the first state to declare the internet as a basic right. ഒരു കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിൽ ആ ഡിജിറ്റൽ സാക്ഷരതയെ പറ്റി സംസാരിച്ചത് ഒരു അതിസാഹസികതയാണെന്നേ ഞാൻ പറയും. സാരമില്ല, അമൂത്ര സാഹചര്യത്തിന്റെ പ്രതിഫലനമായിട്ട് അവിടെ ഇരിക്കുന്നവർ അതിനെ കണ്ടോളൂ. What Kerala thinks today, India thinks tomorrow. ഇത് വിട്ടൊരു കളിയില്ലല്ലേ. Why not incident? The state government submitted a post-disaster requirement of 2,221 crore. വയനാട്ടിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിൽ പ്രസംഗിക്കുന്നത് കേന്ദ്രത്തിന്റെ ചില്ലി കാശ് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഡിഫിയുടെ നേതൃത്വത്തിലും നമ്മുടെ പാർട്ടിക്കാരുടെ നേതൃത്വത്തിലും ഒക്കെ അവിടെ ഹൗസിംഗ് കോളനികൾ പൊക്കി ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് കേന്ദ്രത്തിന്റെ ഒന്നും ഒറ്റ പൈസയുടെ ആവശ്യമില്ല. നാട്ടുകാരെല്ലാം കൂടെ പിരിവിട്ട പൈസ കുഴിക്ക് മാത്രമേ ഒതുങ്ങിയുള്ളൂ. അതിനുള്ളതേ ഉള്ളായിരുന്നു നാട്ടുകാർ പിരിവിട്ട് കൊടുത്ത കോടിക്കണക്കിന് രൂപ. അത് കഴിഞ്ഞിട്ട് ഇത്രയും വീടുകൾ ഉണ്ടാക്കിയത് ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ടാണ്. പക്ഷെ അവിടെ ചെന്ന് എന്തിനാ പറയുന്നത് കേന്ദ്രം തന്നില്ല എന്ന്? Union government has announced the release of only 260 crores, sir. ഇതുവരെ 260 കോടിയെ കേന്ദ്രം കൊടുത്തുള്ളന്ന്. അനർഹരായ സഖാക്കൾക്ക് വട്ടച്ചെലവിനുള്ളത് പോലും തികയുമോ അത്? Why this discrimination against Kerala? ജാക്കറ്റ് ഇട്ടിട്ടും പല്ല് കൂട്ടിയിടിക്കുന്നുണ്ട്. ഡിസ്ക്രിമിനേഷൻ. The Kerala lottery is an employment generator for thousands of marginalized and distressed people. പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്ന, അതിദരിദ്രരില്ലാത്തതുകൊണ്ട് അത് പറയേണ്ടി വന്നില്ല, ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന ഒരു ചാരിറ്റി പരിപാടിയാണ് കേട്ടോ. സർക്കാരിന് 5 പൈസ അതിൽ നിന്ന് ലാഭമില്ല. ഈ ലോട്ടറി വിൽപ്പന എന്ന് പറയുന്നത് വിറ്റ് നടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയും പിന്നെ ഇത് എടുക്കുന്ന പാവപ്പെട്ടവർ കോടീശ്വരന്മാരാകട്ടെ എന്ന് കരുതിയും സർക്കാർ വലിയ നഷ്ടത്തിൽ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ 2-3 പ്രാവശ്യം പൊങ്ങാം. Kerala is the only one state in India that has been forced to spend 6,000 crore for the development of national highway. ഈ കാര്യത്തിൽ നിങ്ങൾ എവിടെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ചിലപ്പോൾ നിങ്ങളുടെ മുഖ്യ സഖാവ് പറയും എന്ന് പറഞ്ഞാൽ കേരളമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, കേരളത്തിൽ കൂടെ പോകുന്നു, നമ്മളത് വഴി യാത്ര ചെയ്യുന്നു, അത്രയേ ഉള്ളൂ നാഷണൽ ഹൈവേയും കേരളവും തമ്മിലുള്ള ബന്ധം. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാ ഡിസൈനിങ്ങും ജോലിക്കാരെ ഏർപ്പെടുത്തുന്നതും കാശ് കൊടുക്കുന്നതും വാങ്ങുന്നതും ഇവിടുന്നുള്ള ലാഭം എടുക്കുന്നതും എല്ലാം കേന്ദ്രമാണ്. അതിൻ്റെ അടുത്ത ദിവസം മരുമോൻ വന്നിട്ട് പറയും കേരളം എന്ന് പറയുന്ന ഒറ്റ സ്റ്റേറ്റാണ് ഇന്ത്യയിൽ ആകെപ്പാടെ നാഷണൽ ഹൈവേയുടെ പണിക്ക് വേണ്ടിയിട്ട് രൂപ കൊടുത്തത്.
അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലായിടത്തും ഫ്ലെക്സ് വയ്ക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിൻ്റെ അടുത്ത ദിവസം റോഡിൽ വിള്ളൽ വീഴും. അന്നേരം ആദ്യം മുഖ്യ സഖാവ് ആവർത്തിക്കും, അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇതുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല, ഇത് നമ്മുടെ പെടലിക്ക് വെക്കണ്ട. അന്നേരം വീണ്ടും നമ്മുടെ മരുമകൻ ദാസൻ മാറും, കാല് മാറും. അത് ഞാൻ അന്നേരം അറിയിച്ചിട്ടുണ്ട്, ഇത് നമ്മുടെ പദ്ധതി അല്ലായിരുന്നു. അവരുടെ അടുത്ത് അന്നേ ഞാൻ പറഞ്ഞതാണ്, ഞങ്ങളുടെ ആളുകൾക്ക് യാത്ര ചെയ്യേണ്ട റോഡാണ്, നമ്മൾ നന്നായിട്ടൊക്കെ അത് നിങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞതാണ്, ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അവരിനി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇവിടെയുള്ള ആളുകളാണോ മരിക്കുന്നത് ജീവിക്കുന്നതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല, ഇതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന്. എന്നിട്ടിപ്പോൾ അതാ നിങ്ങൾ വീണ്ടും അവിടെ ചെന്നെന്ന് പറയുന്നു. സത്യത്തിൽ ഈ കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേയുടെ ഈ NH-66 ഉടമ ആരാ? നാളെ ഇനി ഇതെല്ലാം കൂടെ ജനങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പടലിക്ക് കൊണ്ട് വെച്ചേക്കല്ലേ? അത്ര ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ. സർ, എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് പേപ്പറിൽ എഴുതിയിരുന്ന ഇംഗ്ലീഷ് തീർന്നത് കൊണ്ട് ഇനി നല്ല കിടില മലയാളത്തിലെ ഒരു കടുകുവറ അവിടെ നടക്കും. സർ, എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത്? എന്തിനാ ഗവൺമെന്റ് ഇങ്ങനെ കേരളത്തെ വേട്ടയാടുന്നത്? ആടി ആടി കുഴഞ്ഞ് തളർന്നിരിക്കുന്ന കുറച്ച് ആളുകളെ ഇവിടെ ഉള്ളത്, ഞങ്ങളെ വേട്ടയാടല്ലേ? 2 പിണറായി സർക്കാരുകൾ കേരളം ഭരിച്ചു. ആദ്യത്തെ പിണറായി ഗവൺമെന്റിന് ശേഷം അതിന് അണ്ണൻ ഇങ്ങനെ തുള്ളുന്ന എന്തിന്? 2 കാലിന് താഴെ സ്പ്രിങ് വെച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് വല്ല കാര്യം ഉണ്ടായിരുന്നു പിണറായി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കണ്ടേ? അപ്പോഴേ ബെല്ല് വന്ന് നിർത്തിക്കോളാൻ. ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെന്റിലേക്ക് വരുന്ന സമയത്ത് അണ്ണ മംഗ്ലീഷിലോട്ട് കടന്നല്ലേ? ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ബെല്ലടിച്ചു പൊക്കോ. ഉറപ്പ് പറഞ്ഞ വെൽഫെയർ മെക്കാനിസം അതുപോലെ തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ ജനപ്രീതി വർദ്ധിപ്പിക്കുമെന്ന് കഴിയുമെന്നും BJPക്ക് ഒരിക്കലും അവിടേക്ക് കയറി വരാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് BJPക്ക് മനസ്സിലായിരുന്നു ഇതുപോലെ ഇവരുടെ വെൽഫെയർ മെക്കാനിസം മുന്നോട്ട് കൊണ്ടുപോയാൽ ട്രാപ്പിലാകും, ഇവരെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. അങ്ങനെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താണ് തോപ്പിച്ച് കളഞ്ഞത്. ബോധപൂർവമായി ഒരു പൊളിറ്റിക്കൽ പാക്കേജായി കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനപ്പുറം ഇനി എന്തോന്ന് ഇല്ലാതാകാനാണ്? കോൺഗ്രസിന്റെ എംപിമാർ അതിനെ ഒരക്ഷരം തയ്യാറാകുന്നില്ല. അവർ ഒരുമിച്ച് നിന്ന് കേരളം മുടിഞ്ഞു പോകട്ടെ, തകർന്നു പോകട്ടെ എന്ന് പറയുകയാണ്. അണ്ണാ, നമ്മുടെ നിയമസഭയല്ല അത്, രാജ്യസഭ. ഹോ, മുണ്ടെടുക്കാഞ്ഞ ഭാഗ്യം. ഇംഗ്ലീഷ് പറഞ്ഞപ്പോ എന്തൊരു വിനയമായിരുന്നു. ആ കറക്റ്റ് പിച്ചില് കറക്റ്റായിട്ട് സംസാരിച്ചു പോയി, മനസ്സിലായോ? പക്ഷെ മലയാളത്തിലോട്ട് കടന്നു കഴിഞ്ഞപ്പം അവിടെ ചെന്ന് സമയപരിധിക്ക് അപ്പുറം ബ്ലാ 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 പറ്റൂല. 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് അത്രേ പറ്റുള്ളൂ. ഏതായാലും കേരളത്തിന് വേണ്ടി ഈ മഞ്ഞിലും അവിടെ ചെന്ന് ജാക്കറ്റ് ഇട്ട് തുള്ളിയതിന് നന്ദി.